ഐ എം നോട്ട് ഫ്രം എ IT ബാക്ക്ഗ്രൗണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ IT-ന്റെ ബേസിക്സ് പോലും അറിയാത്ത ഒരാളാണ്. അപ്പം എങ്ങനെയാണ് ഞാൻ IT-യിൽ അത് വർക്ക്ഔട്ട് ചെയ്യുക, എങ്ങനെയാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നതാണോ, ഞാനൊരു 10 പ്രാവശ്യം സാറിനോട് ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു 5 months ഇന്റേൺഷിപ്പ് വരുന്ന വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് പഠിച്ചത്. ഔട്ട് ഓഫ് സിലബസ് ആണ് ഇതൊക്കെ, സിലബസിലുള്ളതല്ല. സ്റ്റിൽ നമ്മളൊന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു മൈൻഡിലാണ് കൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്കിൽ വൈസ് അവർ ഓക്കെയാണ്. പക്ഷെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഇല്ലാന്ന് പറഞ്ഞു. ഇന്റർവ്യൂ എന്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ലൈക്ക് ഞാൻ ഇന്റേൺഷിപ്പിന് ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചത്. ലൈക്ക് IT ഡൊമൈനിൽ തന്നെ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. അതെന്നെ കിട്ടുകയും ചെയ്തു. അടിപൊളി. ഇന്ന് നമ്മളോടൊപ്പം IPSR കാസ്റ്റിലുള്ളത് ഫ്ലെബിൻ ആണ്. എങ്ങനെയാണ് മെക്കട്രോണിക്സ് ഡിപ്ലോമയിൽ നിന്നും ഒരു ഡെവോപ്സ് എഞ്ചിനീയർ ആയത് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഹായ് ഫ്ലെബി, വെൽക്കം ടു IPSR കാസ്റ്റ്. സോ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഫ്ലെബിയുടെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാമോ? മൈ നെയിം ഇസ് ഫ്ലെബിൻ. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത്. 2016 ഡിപ്ലോമ ഇൻ മെക്കട്രോണിക്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, സോ മെക്കട്രോണിക്സ് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? മെക്കട്രോണിക്സ് കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ കോളേജിൽ തന്നെ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഹരിത ഫെറർ എന്ന് പറഞ്ഞിട്ട് ഹോസൂറിലായിരുന്നു ഞങ്ങളുടെ കമ്പനി. അവിടെ റിസെക്ഷൻ ആയതുകൊണ്ട് 3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്തവരൊക്കെ റിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പൊ ആഫ്റ്റർ ദാറ്റ് ഞാനൊരു 1 year കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതൊരു ഫീൽഡ് ഓക്കെ അല്ലാന്ന് കണ്ടപ്പം ഞാൻ അതുമല്ല കോവിഡ് വന്ന ടൈമിൽ ഞാൻ നാട്ടിലേക്ക് വന്ന് ഞാൻ കുറച്ച് ഫിനാൻഷ്യലി ഓക്കെ അല്ലാത്തത് കൊണ്ട് ലൈക്ക് ഒരു ജോബിന് കയറി. സെയിൽസിൽ ടീം ലീഡ് ആയിട്ട് കയറി കാലിക്കറ്റ് സൈബർ പാർക്കിൽ തന്നെ. അവിടെ ഒരു 2 years വർക്ക് ചെയ്തു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലൈക്ക് നമ്മളെ ഒരു ജോബ് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ വന്നത്. സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് ആയിരുന്നു ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ അതിലേക്ക് ചേഞ്ച് ചെയ്യാൻ, സ്വിച്ച് ഓൺ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ സൈബർ പാർക്കിൽ തന്നെയാണല്ലോ നമ്മളുടെ IPSRന്റെ ഒരു വൺ ഓഫ് ദി ഓഫീസസ് വരുന്നത്. അങ്ങനെയാണോ IPSRനെ? ഞാന് ലൈക്ക് എന്റെ ഒരു ഫ്രണ്ട് ത്രൂ CCNA എന്നുള്ള ഒരു കോഴ്സിനെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്റെ ഫ്രണ്ടാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത് CCNA പറഞ്ഞ കോഴ്സില്. അപ്പം അതിൽ കുറച്ച് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് IPSRന്റെ പേരാണ്. അവർ IPSRൽ ഇതിന്റെ കോഴ്സ് ഉണ്ട് എന്ന് കണ്ടു. അപ്പൊ ആ ടൈമിൽ ലൈക്ക് ഞാൻ നോക്കിയപ്പോ ലൊക്കേഷൻ വരുന്നത് സൈബർ പാർക്കിൽ തന്നെയാണ്. ലൈക്ക് ഞങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. അപ്പൊ ഞാൻ അവിടെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവിടുത്തെ മെയിൻ സാറിന് എന്റെ അടുത്ത് ഡയറക്ടറിന് ഷിജു എന്ന് പറഞ്ഞ സാറിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലൈക്ക് ഞാൻ സാറിനെ പോയി കണ്ടു. സാറിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം സാറിനോട് സംസാരിച്ചു. ഒരു സെക്ഷൻ സാറിന്റെ അടുത്ത് മീറ്റ് ചെയ്തു. കാര്യങ്ങളെല്ലാം പറഞ്ഞ സമയത്ത് സാറിനെയാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ഡെവോപ്സിനെ പറ്റി. സാറിനോട് പറഞ്ഞു CCNA കോഴ്സ് നല്ല കോഴ്സ് തന്നെയാണ്, ബട്ട് അതിനേക്കാളും കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ലൈക്ക് കുറച്ചും കൂടെ സ്കോപ്പ് വരുന്നത് ഡെവോപ്സിലേക്കാണ്. സോ ഡെവോപ്സിനെ പറ്റി സാർ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഡെവോപ്സിനെ പറ്റിയിട്ട്. ഞാൻ അവിടെ ചെന്ന സമയത്ത് CCNA പറ്റി എനിക്ക് അധികം ഒന്നും അറിയില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ അറിയാം. പക്ഷെ ഡെവോപ്സിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ സാറാണ് എൻ്റെ അടുത്ത് ഡെവോപ്സ് എന്താണ്, ഡെവോപ്സിലുള്ള ഫ്യൂച്ചർ സ്കോപ്പുകൾ എന്തൊക്കെയാണ്, നമ്മളവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, എത്ര പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, ഈ കാര്യങ്ങളെല്ലാം എനിക്ക് സാറാണ് ഡെവോപ്സിന്റെ കാര്യങ്ങൾ അന്ന് പറഞ്ഞത്. അതിനുശേഷം ഞാൻ കോഴ്സ് എടുക്കാൻ ഓക്കെ ആയിരുന്നില്ല. കാരണം എനിക്ക് അതിലൊരു എന്താ പറയുക, എങ്ങനെയാണ് കോഴ്സ്, എന്താണ് എന്നെ കൊണ്ട് പറ്റുന്നതാണോ. ഞാൻ സാറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ഐ എം നോട്ട് ഫ്രം എ IT ബാക്ക്ഗ്രൗണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ IT-ന്റെ ബേസിക്സ് പോലും അറിയാത്ത ഒരാളാണ്. അപ്പം എങ്ങനെയാണ് ഞാൻ IT-യിൽ അത് വർക്ക്ഔട്ട് ചെയ്യുക, എങ്ങനെയാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നതാണോ, ഞാനൊരു 10 പ്രാവശ്യം സാറിനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പറ്റുമോ എന്ന്. സാർ പറഞ്ഞു ലൈക്ക് ഇഫ് യു ആർ വർക്കിംഗ്, നിനക്കൊരു ഇന്റൻഷൻ ഉണ്ട്, വർക്ക് ചെയ്യണം, ഏതൊരു ലെവലിൽ എത്തണം എന്നുള്ളൊരു ഇന്റൻഷൻ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. പിന്നെ പഠിപ്പിക്കുന്ന കാര്യം അവർ നോക്കിക്കോളും. പിന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം, നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം പഠിക്കാനായിട്ടെന്ന് പറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് ലൈക്ക് ഞാൻ കുറച്ച് നൗക്കറിയിലെല്ലാം എന്റെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്ത് നോക്കി എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് വരുന്നുണ്ടോ, ഇന്റർവ്യൂ കോൾസ് വരുന്നുണ്ടോ. 2-3 കോൾസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ കോഴ്സ് എടുക്കാനായിട്ട് ഓക്കെ ആയത്. ഓൾറെഡി ഇപ്പൊ വർക്കിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെയാണോ ഇപ്പൊ കോഴ്സും ചെയ്തത്? എനിക്ക് അവിടെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബാച്ച് 9:30 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ച്, ഒരു ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ലൈക്ക് ആ ഒരു ബാച്ച് വരുന്നത് എന്റെ ടൈമിംഗ്, എന്റെ ഓഫീസ് ടൈം, കറന്റ് വർക്ക് ചെയ്യുന്ന അവിടുത്തെ ഓഫീസ് ടൈമിംഗിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ടൈമിംഗ്. എനിക്ക് ഓൺലൈൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു IT ബാക്ക്ഗ്രൗണ്ടേ അല്ല, എനിക്ക് IT ഒന്നും അറിയില്ല, ഓൺലൈൻ കിട്ടിക്കുന്ന എന്തായാലും പഠിക്കുകയില്ല. സോ ഓഫ്ലൈൻ ആകുമ്പോൾ അവിടെ തന്നെ നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് എല്ലാവരും ഉണ്ട്, അവരുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡൗട്ട് കാര്യങ്ങളെല്ലാം ചോദിക്കാനും ക്ലിയർ ചെയ്യാനെല്ലാം പറ്റുന്നതാണ്. അപ്പം ഓഫ്ലൈൻ ആണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ ടൈമിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിനെ കൊണ്ട് ഞാനൊരു 5 months ഇന്റേൺഷിപ്പ് വരുന്ന വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് പഠിച്ചത്. ലൈക്ക് മോർണിംഗ് 9:30 to 11:30 ആയിരുന്നു എനിക്ക് ക്ലാസ് വരുന്നത്. അപ്പൊ 11:30 ശേഷമാണ് എന്റെ ഓഫീസ് വരുന്നത്.
അപ്പം ലൈക്ക് എനിക്ക് അതൊരു ഈസി ആയിരുന്നു. അവിടെ അതുപോലെ എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ അതിനെക്കൊണ്ട് ലൈക്ക് ആക്സസിബിൾ ആയിരുന്നു എനിക്ക് പോയി വരാനൊക്കെ. അങ്ങനെ പോയി അവിടെ കംപ്ലീറ്റ് ചെയ്തു. ലൈക്ക് 5 months ഞാൻ കോഴ്സ് കഴിയുന്നത് വരെ വർക്ക് ചെയ്തുകൊണ്ടാണ് പഠിച്ചത്. പിന്നെ ഇന്റേൺഷിപ്പിന്റെ ടൈം ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഓക്കെ, ഈ കോഴ്സിന്റെ ഇടയിൽ ഇപ്പൊ എന്തൊക്കെ ട്രെയിനിങ് ആയിരുന്നു, അതേപോലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെയാണ് IPSR ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? IPSR ഹെൽപ്പ് ചെയ്യാറുമ്പോൾ ഞാൻ പറയും പേഴ്സണലി എനിക്ക് ഷിജു സാറിന്റെ അടുത്ത് നല്ലൊരു താങ്ക്സ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് ലൈക്ക് അപ്പാർട്ട് ഫ്രം ഓഫ്ലൈനിൽ ഞാൻ കൊടുത്തിട്ടുള്ള, അതായത് എനിക്ക് പറഞ്ഞിട്ടുള്ള സിലബസിന്റെ ഔട്ട് ഓഫ് സിലബസ് എനിക്ക് സാർ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം എനിക്ക് മൊഡ്യൂൾസ് ഷെയർ ചെയ്യാനാണെങ്കിലും ലൈക്ക് എനിക്ക് ഡെവോപ്സിനെ ബേസ് ചെയ്തിട്ട് ടൂൾസ്, കുറെ ഡെവോപ്സിന്റെ ടൂൾസുകളും കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. കുറെ സാറിന്റെ രീതിയിലുള്ള കാര്യം ഹെൽപ്പ് കുറെ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ റിക്രൂട്ട്മെന്റ് ഇന്റേൺഷിപ്പിന്റെ ടൈമിലായപ്പോൾ ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഇന്റർവ്യൂവിൽ എന്തൊക്കെയാണ് ചോദിക്കുക, ലൈക്ക് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ പ്ലേസ്മെന്റ് അനുഷ മാമിനെ ആദ്യമേ കോൺടാക്ട്, അതായത് സാർ ഷിജു സാറിന് എന്റെ കാര്യങ്ങൾ അറിയുന്നതിനെ കൊണ്ട് സാർ ഓൾറെഡി അനുഷ മാമിനെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒന്ന് ലൈക്ക് പ്രയോറിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ. സോ അനുഷ മാമിനെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ മാമിന് എന്നെ പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഷിജു സാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം സാറിന്റെ അടുത്ത് എനിക്ക് നല്ലൊരു താങ്ക്സ് ഉണ്ട്. കാരണം സാറിന്റെ സപ്പോർട്ടോടാണ് ഇപ്പൊ എനിക്ക് ഈ ഒരു ജോബ് കിട്ടിയിട്ടുള്ളത് തന്നെ ഞാൻ പറയുള്ളൂ. ഒരു 75% സാറിന്റെയും അനുഷ മാം, ആർദ്ര മാം, പിന്നെ ജോസ്ന മാം, ഇവരൊക്കെ സപ്പോർട്ടോടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കി പിന്നെ ഞാൻ എന്റെ രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ജോലി കിട്ടണം എന്നുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവര് കുറെ ഓൺലൈൻ ക്ലാസ്സസ് കുറെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്റേൺഷിപ്പിന്റെ ഇടയിൽ തന്നെയാണ് ഈ ഓൺലൈൻ ക്ലാസ് എല്ലാം വന്നിട്ടുള്ളത്. അതിന്റെ വീഡിയോ ലിങ്ക്സും കാര്യങ്ങളെല്ലാം എനിക്ക് ആക്സസ് എല്ലാം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കെല്ലാം നമ്മൾ മാക്സിമം ഒരു ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കും. ചോദിക്കുന്നവർക്കെല്ലാം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ IPSR അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഔട്ട് ഓഫ് സിലബസ് ആണ് ഇതൊക്കെ, സിലബസിലുള്ളതല്ല. സ്റ്റിൽ നമ്മളൊന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു മൈൻഡിലാണ് കൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആ ഇന്റേൺഷിപ്പിന്റെ ആ 1 month ഞാൻ നല്ല രീതിയിൽ എന്താ പറയാ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രാവിലെ ആണെങ്കിലും രാവിലത്തെ ഓൺലൈൻ ക്ലാസ്സിലിരിക്കും. അത് കഴിഞ്ഞാൽ രാത്രി എനിക്കൊരു രാവിലെ എനിക്ക് AWSന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, രാത്രി ഡെവോപ്സിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, ഇൻ ബിറ്റ്വീൻ എനിക്ക് ഇന്റേൺഷിപ്പ്. അപ്പൊ ഇതെല്ലാം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം യൂട്ടിലൈസ് ചെയ്തതിനെ കൊണ്ട് എനിക്ക് IPSRന്റെ അടുത്ത് നല്ല സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഫ്ലെബിൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതിനെ കൊണ്ട് ഇപ്പൊ നമുക്ക് നമ്മളുടെ കാലിൽ നിൽക്കണം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോലി വേണമെങ്കിൽ നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ ഇപ്പൊ IPSRന് ലൈക്ക് അവരൊരു മീഡിയേറ്റർ ആണ്. IPSR എന്നല്ല, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അതൊരു മീഡിയേറ്റേഴ്സ് ആണ്. ലൈക്ക് അവർക്ക് ചെയ്തു തരുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന്റെ അപ്പാർട്ട് നമുക്ക് ഇപ്പൊ അനുഷ മാമിന്റെ കേസിലാണെങ്കിലും പ്ലേസ്മെന്റിന് ഇവർ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യൂല. ലൈക്ക് നമുക്ക് പ്ലേസ്മെന്റ് വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നു. അല്ലാതെ അവർക്ക് എന്താ വെച്ചാൽ ലൈക്ക് ഓക്കെ ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അതേ അവർ ചിന്തിക്കുള്ളൂ. അല്ലാതെ അവരെ മിസ്റ്റേക്ക് ആയിട്ടല്ല. അത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ലൈക്ക് അങ്ങനെ തന്നെയാണ്, അവരുടെ മിസ്റ്റേക്ക് അല്ല. അവർക്ക് ചെയ്യാനുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ലാതെ ഇപ്പൊ നിർബന്ധിച്ചിട്ട് പഠിപ്പിച്ച് അല്ലെങ്കിൽ നിർബന്ധിച്ച് ജോലിക്ക് പറഞ്ഞയച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് IPSRന്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനു മാം ആണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ശ്രീരാജ് സാർ എസ്പെഷ്യലി സാറിന് എടുക്കുന്നത്. അതേപോലെ ഞാൻ റെഡ് ഹാറ്റിന്റെ സർട്ടിഫിക്കേഷന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷെ എനിക്ക് സർട്ടിഫിക്കേഷൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്താണെങ്കിലും ഷിജു സാറിന്റെ അടുത്ത് കുറെ പറഞ്ഞിട്ടുണ്ടായില്ല, ഡേറ്റ് ആവാനായിട്ടുണ്ട്. പിന്നെ ക്ലാസിന്റെ ആണെങ്കിലും ഒക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ആദ്യം മെക്കട്രോണിക്സ് ഡിപ്ലോമ ചെയ്തിരുന്നല്ലോ. അപ്പൊ അത് ഏതെങ്കിലും രീതിയിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഇപ്പൊ ഉള്ള കരിയറിൽ ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ഷിപ്പ്യാർഡിൽ ഡയറക്ട് എക്സിക്യൂട്ടീവ് ആയിട്ട് കയറാൻ നിന്നു. അപ്പൊ ആ ടൈമില് അവരെ സർട്ടിഫിക്കറ്റ്, ഞാൻ പഠിച്ച ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് അവിടെ അപ്രൂവ്ഡ് ആയിരുന്നില്ല. കാരണം നമുക്കൊരു സർട്ടിഫിക്കേഷൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഞാൻ പഠിച്ച കോളേജിൽ. അപ്പം അതിനുശേഷം ഞാൻ കുറെ ഇന്റർവ്യൂ ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1 or 2 months അടുത്ത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നിട്ട് തന്നെ കുറെ ഇന്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടായിരുന്നു. എല്ലാവർക്കും അവർ പറയുന്നത് ലൈക്ക് സ്കിൽ വൈസ് അവർ ഓക്കെയാണ്, പക്ഷെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഇല്ലാന്ന് പറഞ്ഞു. ലൈക്ക് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് അവർക്ക് യൂണിവേഴ്സിറ്റി അപ്രൂവൽ ഇല്ല, അതുകൊണ്ട് നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ലൈക്ക് എന്റെ അതേ ഇതിൽ തന്നെ എന്റെ സെയിം ഡേറ്റിൽ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ബിടെക്കാർക്കും ബാക്കി ITI പഠിച്ചവർക്ക് വരെ അവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആ സർട്ടിഫിക്കറ്റ്, ആ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കാം അങ്ങനെയൊക്കെ പ്ലാനിൽ നിർത്തിയിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാര്യം IPSRന്റെ ഈ ഒരു സംഭവം വന്നത്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ജോലിയിലേക്ക് കയറുന്നത്?
ആദ്യത്തെ ജോലിയിലേക്ക് കയറുന്നത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്റേൺഷിപ്പ് ഇതേപോലെ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് എന്റെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആവുന്നത് ലൈക്ക് സെപ്റ്റംബർ 9 ആണെന്ന് തോന്നുന്നു. സെപ്റ്റംബർ 9 ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ്, സോറി ഒക്ടോബർ 9. സെപ്റ്റംബറിൽ ഇതേപോലെ ഇന്റേൺഷിപ്പ് ചെയ്ത് ഞാൻ എന്റെ റെസ്യൂമെ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം റെസ്യൂമെ എല്ലാം പ്രിപ്പയർ ചെയ്ത് ഞാൻ ഷാമിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് വരുന്ന സമയത്ത്, വീട്ടിലേക്ക് വരുന്ന സമയത്താണ് എനിക്ക് കോള് വരുന്നത്, ഇന്റർവ്യൂ കോള്. ഞാൻ റെസ്യൂമെ കിട്ടിയിട്ടുണ്ട് IPSRന്, ലൈക്ക് ഇന്നതാണ് കമ്പനീന്റെ പേര്, ഇന്നതാണ് പ്രൊഫൈല്, ഡയറക്റ്റ് ഇന്റർവ്യൂവിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഡയറക്റ്റ് നെക്സ്റ്റ് ഡേ തന്നെ ഡയറക്റ്റ് ഇന്റർവ്യൂവിന് വന്നു. ലൈക്ക് അവിടെ ഓൾറെഡി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത എന്റെ ഒരു ഫ്രണ്ട് അല്ല, അവിടെ IPSRലുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് അവര് ടെക്നിക്കൽ റൗണ്ട് ഉണ്ടാവും, അതായത് മെഷീൻ ടെസ്റ്റ് ഉണ്ട്, പിന്നെ ടെക്നിക്കൽ റൗണ്ട് ഉണ്ടാവും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു ഐഡിയ, ഒരു ക്ലിയർ കട്ട് ആയിട്ട് ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ പിന്നെ പ്രിപ്പയർ ചെയ്തു, കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തു. അൻഷ മാമിനെ ഞാൻ എനിക്ക് ആ പയ്യനെ കോൺടാക്ട് ചെയ്ത് തന്നത്. അപ്പൊ അവൻക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് ലൈക്ക് ഞാൻ എന്റെ രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്ത് ഇവിടെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറയുമ്പോൾ ഇന്റർവ്യൂ എന്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ലൈക്ക് ഞാൻ ഇന്റേൺഷിപ്പിന് ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചത്. അപ്പൊ അവർക്ക് എന്റെ പ്രൊഫൈല് വേണ്ടി വന്നില്ല, എന്റെ ടെക്നിക്കൽ സൈഡേ ചോദിച്ചിട്ടുള്ള എന്തൊക്കെയാണ് ചെയ്തത്. ഇപ്പം ഡെവോപ്സിലാണെങ്കിൽ എന്റെ ചോദിച്ച GitHub എന്താണ്, പിന്നെ കുബർനെറ്റീസ് എന്താണ്, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അവിടെ ഒരു ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അത് ഇന്റേൺഷിപ്പ് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇൻഡസ്ട്രിയൽ ലെവലിൽ നമുക്ക് എനിക്ക് തോന്നുന്നില്ല അത്ര യൂസ്ഫുൾ ഉണ്ട് എന്നുള്ളത്. പക്ഷെ നമുക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ആ ഇന്റേൺഷിപ്പിൽ നമ്മൾ ചെയ്യുന്ന ടാസ്കുകളെ അതിന്റെ തിയറി മതി. അതായത് ഇന്റേൺഷിപ്പിൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു GitHub കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ ഇന്റർവ്യൂ ചോദിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നത് GitHub എങ്ങനെ കോൺഫിഗർ ചെയ്യാന്നല്ല, അതിൽ എന്തൊക്കെയാണ് ചെയ്തത്, ആ GitHub കൊണ്ടുള്ള യൂസേജ് എന്തൊക്കെയാണ്, ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് അവർക്ക് അറിയുന്നത്. ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്തതിനെ കൊണ്ട് എനിക്ക് അതെന്താന്നൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ടാവും. ജോസ്ന മാമിന്റെ അടുത്താണെങ്കിലും ലൈക്ക് മാം കാര്യങ്ങൾ പറഞ്ഞുതരും, എന്താന്നുള്ള ഒരു ക്ലിയർ കട്ട് ആയിട്ട് ഒരു ഐഡിയ പറഞ്ഞു. അപ്പൊ ആ ഐഡിയ മാം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന്റെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലൈക്ക് ഇപ്പൊ ഞാൻ കമ്പനിയിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇന്റേൺഷിപ്പിൽ ജോസ്ന മാം ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മാം പറഞ്ഞു തരില്ല എങ്ങനെയാണ് മാം ഔട്ട്പുട്ട് പറഞ്ഞുതരും, എന്താ ടാസ്ക് എന്നും പറഞ്ഞുതരും, ജസ്റ്റ് എന്ത് വഴിയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒരിക്കലും പറഞ്ഞുതരും. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ കമ്പനിയിൽ വന്നാൽ നമ്മൾ ഡെയിലി തരുന്ന ടാസ്കുകൾ ഇന്നതാണ്, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, അങ്ങനെ ഒരാളും പറഞ്ഞു തരും. നമ്മളായിട്ട് ബ്രൗസ് ചെയ്ത് നമ്മളായിട്ട് കണ്ടുപിടിക്കും. പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ ഞാൻ എന്റെ വർക്കിൽ കയറിയിട്ട് ലൈക്ക് 1 month ആയി. 1 monthൽ ഞാൻ നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഞാൻ ഇത് പഠിച്ചത് ഒന്നും അല്ല എനിക്ക് മനസ്സിലായി, കടല് പോലെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളായിട്ട് ബ്രൗസ് ചെയ്യണം, നമ്മളായിട്ട് അത് ബ്രൗസ് ചെയ്യേണ്ട രീതി തന്നെ നമ്മളത് മാറും. ഞങ്ങളൊക്കെ അവിടെ എന്ന് പറഞ്ഞാല് ഇന്റേൺഷിപ്പിൽ ChatGPT യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്യാറ്. അപ്പം അതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ChatGPT യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടുമോ എന്നുള്ളത് ഒരിക്കലും റിയൽ ടൈമിൽ നമുക്ക് ടാസ്ക് നമ്മൾ അസൈൻ ചെയ്യുന്ന ടാസ്ക് എന്താണോ അത് ChatGPT ഉത്തരം കിട്ടില്ല. നമ്മൾ ഓരോ ഡോക്യുമെന്റേഷൻ നോക്കി ഒന്ന് നോക്കുമ്പോ അതിന്റെ വാലായിരിക്കും അടുത്തതിന്റെ തല, അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പം ഇപ്പോഴത്തെ ജോലി നന്നായി പോകുന്നുണ്ട് എന്തായാലും. അത് ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നില്ലേ? എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റേൺഷിപ്പ് ലൈക്ക് IT ഡൊമൈനിൽ തന്നെ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. അടിപൊളി. അപ്പൊ ഇപ്പൊ എന്ത് ജോബ് റോളിലാണ് വർക്ക് ചെയ്യുന്നത്? ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? ജോബ് റോൾ ഞാൻ ജൂനിയർ DevOps എഞ്ചിനീയർ ആയിട്ട് കൊച്ചിയിൽ നെക്സ്റ്റ് ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. 3 മാസം പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. പ്രൊബേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് പെർമനന്റ് ആക്കുക. സ്റ്റിൽ ലൈക്ക് പെർഫോമൻസ് വൈസ് ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഇതിൽ ഞാൻ പറഞ്ഞില്ല, കുറെ റിസർച്ച് ചെയ്യാനുണ്ട്. ഞാൻ നമ്മുടെ ഡെവോപ്സിൽ പഠിച്ചത് ഒന്നുമല്ല, ജസ്റ്റ് ബേസിക്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് റിയൽ ടൈമിലേക്ക് ഒരു കമ്പനിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അതൊരിക്കലും ലൈക്ക് അവർക്ക് ഒരാൾക്ക് നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് നമ്മൾ തന്നെ പഠിക്കേണ്ട കാര്യം. അത് നമുക്ക് എവിടെ പോയാലും ലൈക്ക് എനിക്ക് തോന്നുന്നു അത് പീക്കായിട്ട് IPSRന് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എക്സ്ട്രാ ക്ലാസ്സസ് പറഞ്ഞിട്ട് അതൊക്കെ ഡെവോപ്സിന്റെ ക്ലാസ്സിലൊക്കെ ഇരുന്നതിനെ കൊണ്ട് ഏകദേശം കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. നമുക്ക് ഇപ്പൊ ഇവിടുന്ന് റിസർച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും ഓക്കെ ഇന്നത് ഇപ്പൊ ക്യൂബർനെറ്റീസിനെ പറ്റിയിട്ടാണെങ്കിൽ ക്യൂബർനെറ്റീസിനെ പറ്റി ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ജെൻകിൻസ് ആണെങ്കിൽ ജെൻകിൻസിനെ പറ്റി ഈ ടൂൾ ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഏകദേശം റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടേതായ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് ഞാൻ ഒരിക്കലും ഇല്ലാന്ന് പറയില്ല, ഈസിയാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എസ്പെഷ്യലി ഡെവോപ്സ് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസം ചെയ്യാനായിട്ട്. അപ്പൊ ഒരു സേഫ് കരിയർ ഡെവോപ്സിൽ ഉണ്ടെന്ന് തന്നെയാണ് ഫ്ലെബിൻ വിശ്വസിക്കുന്നത് അല്ലേ? അത് എന്തായാലും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പിന്നെ ബാക്കി നമ്മുടെ പെർഫോമൻസ് പോലെയാണ്. ഞാൻ 100% കോൺഫിഡൻസ് പറയാൻ കാരണം
ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ജോബ് നല്ല ഫ്യൂച്ചർ ഉണ്ട്. അതെ. പിന്നെ നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നു, നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു, അതിലാണ് കാര്യം. കോമ്പറ്റീഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, കാരണം കുറെ ആൾക്കാർ ഇപ്പൊ ഡെവോപ്സ് അറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ ഉണ്ട്, ഇല്ലാതില്ല. നമ്മുടെ സസ്റ്റൈനബിലിറ്റി, നമ്മൾ എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യണം, നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ ഈസിയാണ് ആൾക്കാർ. അതെ അതെ. സോ ഫ്ലിബിന്റെ സ്റ്റോറി എല്ലാവർക്കും എന്തായാലും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. എന്നാലും ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും സ്മോൾ പീസ് ഓഫ് അഡ്വൈസ്? അഡ്വൈസ് എന്ന് പറയാൻ മാത്രമൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രൊബേഷനിലാണ്. എനിക്ക് അറിയില്ല എന്താ അവസ്ഥ എന്നുള്ളത്. പെർമനന്റ് ആവും, പ്രൊബേഷൻ കഴിഞ്ഞാൽ പെർമനന്റ് ആവോ ഇല്ല എന്നുള്ള സ്റ്റിൽ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്കിതൊരു എക്സ്പീരിയൻസ് ആണ് ഒബ്വിയസ്ലി. ഇപ്പൊ 3 മാസം കഴിഞ്ഞ് പ്രൊബേഷൻ കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറയാണ് ഓക്കെ അല്ല എന്ന് പറയുകയാണെങ്കിലും എനിക്കതൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ വിത്തിൻ 1 മന്ത് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെനിക്ക് ഫ്യൂച്ചറിലേക്ക് യൂസ്ഫുൾ ആണ്, ഒരിക്കലും യൂസ്ഫുൾ അല്ലാതില്ല. ബിക്കോസ് ഞാൻ ഈ ഡൊമൈനിൽ തന്നെ ഇനി നിൽക്കുള്ളൂ ഫിക്സ്ഡ് ആയിട്ട്. ഇനി എനിക്ക് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു കാര്യങ്ങൾ, റിസർച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പൊ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ, ഹാർഡ് വർക്ക് ചെയ്യണം. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. കുറച്ചൊന്നല്ല, ഇപ്പൊ ഞങ്ങളെ കമ്പനിയിൽ തന്നെ ഡെവലപ്പേഴ്സ് ഉണ്ട്, പിന്നെ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ അവരിങ്ങനെ കൂളായിട്ട് ഇരിക്കുന്ന സമയത്ത് ഡെവോപ്സുകാര് കാര്യങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫ് തന്നെ, 2-3 കൊല്ലം എക്സ്പീരിയൻസ് ആയവർ തന്നെ ഇതേപോലെ ഗൂഗിളിൽ നോക്കുന്നു, ബ്രൗസ് ചെയ്തിട്ടൊക്കെ തന്നെ റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് അവർ ആ ടാസ്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നത്. അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കൊല്ലം 3 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രഷറായ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ലേണിംഗ് ഇസ് നെവർ എൻഡിങ്. ഹാർഡ് വർക്ക് ചെയ്ത് ഡെയിലി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒബ്വിയസ്ലി നമ്മളിപ്പം ഓപ്പൺ സോഴ്സ്, ലിനക്സ് ഓപ്പൺ സോഴ്സ് ആണ് എന്നുള്ളത് അറിയാം. അപ്പൊ ഓപ്പൺ സോഴ്സ് തന്നെയാണ് എല്ലാ കമ്പനിയിലും യൂസ് ചെയ്യുന്നത്. ഒരുവിധം ഞങ്ങളുടെ കമ്പനിയിലെ എല്ലാ പ്രൊജക്റ്റും ഓപ്പൺ സോഴ്സിൽ തന്നെ വരുന്നത്. അപ്പൊ ഓപ്പൺ സോഴ്സ് നമ്മൾ ഡെയിലി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫ്ലെബിൻ. ഇപ്പൊ ഫ്ലെബിൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് എന്തായാലും നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആണത്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ സ്റ്റോറി ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Our motive is to share inspirational stories of our students who have made the impossible possible through IPSR. Are you confused about what to choose as the next step towards your career? We would love to help you achieve outcomes like this. Contact us and our educational counselors will help you out. If you have any IT related doubts, you may comment below so that we can help you answer those questions in our IPSR CAST series. I will leave the link of the IPSR CAST playlist in the description as well. So see you in the next video of IPSR CAST. Thank you and have a great day.